Twin Birds presents IFF Fashion Expo 2026 ഫോർത്ത് എഡിഷനുമായി IFF വീണ്ടും വന്നിരിക്കുകയാണ്. IFFന്റെ വളരെ സ്ട്രോങ് പില്ലർ എന്ന് തന്നെ പറയാം. അതിന്റെ ഡയറക്ടേഴ്സ് തന്നെയാണ്. മുഹമ്മദ് ഷാനി സർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായ് സർ. ഹായ്. കൺഗ്രാറ്റുലേഷൻസ്. ഫോർത്ത് എഡിഷനുമായിട്ട് IFF വരുമ്പോൾ എല്ലാ സ്റ്റാളുകളിലും ഏറ്റവും നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു അഭിപ്രായവും ആളുകളുടെ റെസ്പോൺസ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് എത്രത്തോളം ഉണ്ട്? വളരെ സന്തോഷമുണ്ട്. ഇത്രയും നല്ലൊരു ക്രൗഡ് കാണുമ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്. IFFന്റെ ഡയറ്റും വെനും ഓർത്തു വെക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് വിളിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഡയറ്റിന് എന്നാണ് എവിടെയാണ് പ്രോഗ്രാം എന്ന് കസ്റ്റമർ നമ്മളോട് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പി. 3 ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു എക്സ്പോ നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. പൊതുവിൽ പറയുകയാണെങ്കിൽ പുതുതായിട്ട് 2026 ഒരു ന്യൂ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യണം, ഒരു പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരു വലിയ ശതമാനം ആളുകൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു എക്സ്പോ സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടും അവർക്കൊരു ഗുണപ്രദമല്ല. ഇന്ത്യയുടെ പല മാർക്കറ്റിലേക്ക് പോകുന്നതിനേക്കാളും എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്നു എന്നുള്ളത് ഫെയറിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ 2 കാറ്റഗറിയിലുള്ള എൻട്രീസ് ആണ് നമ്മളിവിടെ ഏർപ്പാടാക്കിയിട്ടിരിക്കുന്നത്. ഒരേ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പുള്ള ആളുകളും അവർക്ക് ഒരു പ്രത്യേക ID കാർഡും, അല്ലാതെ നമുക്ക് പുതിയൊരു കൺസെപ്റ്റായിട്ട് വരുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ പ്രോഡക്റ്റുകൾ പഠിക്കാനും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനുമുള്ള വേറൊരു ID കാർഡുമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടത്തെ സ്റ്റാളുകളിലുള്ള ആളുകൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, 2 ഒറിജിനൽ കസ്റ്റമറും ഇത് പഠിക്കാൻ വരുന്ന ആളുകളെയും വേർതിരിച്ച് കാണാൻ പറ്റും. ഇന്ന് വൈകുന്നേരം നമുക്കൊരു ഗംഭീരമായ ഒരു അവാർഡ് നൈറ്റ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫാർഫലയാണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരുപാട് ഓൺടർപ്രണേഴ്സിന് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് നൽകുന്ന രീതിയിൽ അവരുടെ പ്രവർത്തന മികവിനെ കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു അവാർഡ്സ് നൽകുന്നത്. ആ ഒരു അവാർഡിനെ പറ്റിയും അതിനേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ 4 years ബിഫോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മുടെ അവാർഡ് ഫംഗ്ഷന്റെ ടൈറ്റിൽ സ്പോൺസറാണ് ഫാർഫെല്ലോ. അവരത് ഒരിക്കലും മറ്റുള്ള ഒരു ബ്രാൻഡിനും എന്ത് ചെയ്തിട്ടില്ല, അത് മാറ്റി കൊടുക്കാൻ പോലും അവർ തീരുമാനിച്ചിട്ടില്ല. എല്ലാ അവാർഡ് നൈറ്റിൻ്റെയും ടൈറ്റിൽ സ്പോൺസർ ഈ 4th എഡിഷനിലും അവർ തന്നെയാണ്. അവർ തരുന്ന സപ്പോർട്ടും നമുക്ക് ഭയങ്കര വലുതാണ്. അതുപോലെ ആ അവാർഡ് ഫംഗ്ഷനിൽ നമ്മൾ ഒരു യൂത്ത് ഐക്കൺ സിനി ആർട്ടിസ്റ്റിനെയും അതുപോലെ നമ്മുടെ ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ആളുകളുടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഓരോ ഇയറിലും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളെ പല കമ്മിറ്റികളോടും നമ്മൾ അഭിപ്രായം ചോദിച്ച് സെലക്ട് ചെയ്തിട്ടാണ് ഓരോ അവാർഡ് വിന്നറെ നമ്മൾ ഇതിലേക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും പറയുന്നത് നെക്സ്റ്റ് ഒരു ഇയർ ഉണ്ടെങ്കിൽ അവരിപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റോളിന്റെ സ്ക്വയർ ഫീറ്റ് കുറെ കൂടി കൂട്ടി ഏറ്റവും നല്ല രീതിയിൽ ഒരു സ്റ്റോളുമായിട്ട് നെക്സ്റ്റ് ഇയർ വരണം എന്നൊരു കോൺഫിഡൻസ് ആണ് പല സ്റ്റാളുകളും നമുക്ക് കിട്ടിയത്. IFFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ്, ഒരു ഗ്രേറ്റ് സക്സസ് ആയിട്ട് നമുക്ക് അതിനെ അടയാളപ്പെടുത്താം എന്നുള്ളതാണ്. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ ഇനി ഒരു ദിവസം കൂടി എക്സ്പോ നീണ്ടു നിൽക്കുന്നുണ്ട്. എല്ലാം ഒരു ഗ്രാൻഡ് സക്സസ് ആയിട്ട് മാറട്ടെ. ഓക്കെ, താങ്ക് യു.